സഹൃദയരെ നമസ്കാരം. നമ്മൾ കുറേ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു, മദ്യത്തെക്കുറിച്ച് പറഞ്ഞു. എങ്കിലും ഒരു വീഡിയോൻ്റെ രൂപത്തിലേക്ക് വന്നോ, എത്രത്തോളം അതങ്ങനെ ഒരു ഫാസ്റ്റായിട്ട് പോയതാണ്. അപ്പോൾ മദ്യത്തെക്കുറിച്ച്, മദ്യം കഴിക്കുന്നതിനെക്കുറിച്ചോ മദ്യം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചോ മദ്യപാനികളെക്കുറിച്ചോ അല്ല, മദ്യം കഴിച്ചാൽ ഉണ്ടാവുന്നതും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംഗതികൾ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ചിന്തകൾ കേട്ടുകൊണ്ട് നിങ്ങൾക്കത് നിർത്താൻ പറ്റുമെങ്കിൽ, അപ്പം നിർത്തണമെന്ന് പറയാൻ അത് നിർത്താൻ പറ്റുമെങ്കിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് മദ്യം കഴിച്ചാൽ ഇത് സംഭവിക്കുന്നു. നമ്മൾക്ക് കൂടുതൽ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിച്ചാൽ ചിന്തകൾ ഇല്ലാതെയാവും. കുറേ കൂടുതൽ കഴിച്ചാൽ നമ്മളെ ചിന്തകളെ തടഞ്ഞു നിർത്താൻ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്, ചിന്തകൾ മുഴുവനായിട്ട് ഇല്ലാതെയാവും കൂടുതൽ കഴിച്ചാൽ. അപ്പോൾ നിങ്ങളെ ബോധം പോയി കഴിഞ്ഞാൽ നമ്മൾ വീഴും. സ്വാഭാവികമായിട്ട് ഏത് മനുഷ്യനും വീഴും. അപ്പോൾ ഏത് സമയത്ത് നമ്മളെ ഈ ശരീരത്തിലുള്ള മദ്യത്തിൻ്റെ ലഹരി പോകുന്നുവോ, കുറച്ച് സമയം കഴിഞ്ഞാൽ പോകുമല്ലോ, പോയി കഴിഞ്ഞാൽ ഈ തടഞ്ഞു നിർത്തിയ എല്ലാ ചിന്തകളും ഇരച്ചു കയറി വീഴും. അപ്പം മദ്യം കൊണ്ട് പ്രയോജനമുണ്ടോ? രണ്ടാമത് ഈ മദ്യം കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലഹരി കിട്ടൂ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് അടിമയാവും. എല്ലാവരും പറയും അങ്ങനെ ഒന്ന് അടിമയാവാൻ നിങ്ങൾ ടെൻഷൻ പിടിച്ച സമയത്ത് രണ്ടാമതിലേക്ക് പോകും. ഈ ചിന്തകൾ നിങ്ങളടുത്ത് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആ ലഹരി കിട്ടിയാലൊരു സുഖം കിട്ടും, താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടി. അപ്പോൾ അതിനൊരു പരിഹാരം മദ്യത്തിലേക്ക് പോകുന്നതാണ് എൻ്റെ കണക്ക്. സാധാരണഗതിയിൽ ദുർബലമായ മനുഷ്യന്മാർ അതിലെങ്ങനെ പോകും. കാരണം ഇത് കിട്ടുന്ന ലഹരിയല്ല, ഇത് കുടിച്ച് മനുഷ്യൻ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് കഴിക്കുമ്പോൾ അതിങ്ങനെ കഴിച്ചു പോകും. അപ്പോൾ ഇത് കഴിയുന്നതും നിർബന്ധമായിട്ടും മദ്യപാനം ഒഴിവാക്കാൻ ഞാൻ പറയുന്നു. അത്രേ എനിക്ക് പറയാൻ പറ്റൂ. ഒഴിവാക്കുക. പിന്നെ നമ്മളത് നല്ലൊരു കാര്യമാണ്. അത്രയും കുടിക്കാതെ പോവുക, മദ്യം കുടിക്കാതെ നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ അത് നിർത്തിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. നിർത്താൻ മനുഷ്യ ശ്രമിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നിർത്തണം എന്ന് വിചാരിച്ചാൽ നിർത്താം. മദ്യപാനം ഒഴിവാക്കുക, താൽക്കാലികമായിട്ട് സുഖത്തിൻ്റെ നമ്മളതിനെ വേറെ രീതിയിലേക്ക് അപ്പോൾ മനസ്സ് മാറുമ്പോഴാണല്ലോ. മനസ്സിനെ മാറ്റാൻ പറ്റിയാൽ നമുക്ക് വേറെ ടെക്നോളജി ഉണ്ട്. മനസ്സെന്ന് വേറെ സംഗതിയിലേക്ക് മാറ്റാം. അതിനെ ഓരോരുത്തർക്കും ധ്യാനം പലതും മനുഷ്യനങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ നമ്മൾ ചിന്തയെന്ന് മാറ്റാനുള്ള വേറെ മദ്യത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ചിന്തിച്ച് കണ്ടെത്തുക, അത് നല്ലൊരു കാര്യമാണ്. അത് പറയുന്നു. രണ്ടാമത്തെ സിഗരറ്റിനെ പറ്റിയാണ്. സിഗരറ്റ് നമ്മളൊരു സിഗരറ്റ് എടുത്ത് വലിച്ചാണ്. നിങ്ങൾ ചോദിക്കാതെ ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ച് വലിച്ചുകൊണ്ടല്ല, ഒരു സിഗരറ്റ് വലിച്ച് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് നിക്കോട്ടിൻ ചെന്ന ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമ്പോൾ ഒരു അനുഭൂതി കിട്ടും, ഒരു തലയ്ക്കൊരു വെള്ളിച്ചൊക്കെ ഉണ്ടായി കിട്ടും. പക്ഷെ അത് 1-2 ദിവസം സിഗരറ്റ്, ആദ്യത്തെ സിഗരറ്റ് 1-2 സിഗരറ്റിൽ പിന്നെ അത് കഴിഞ്ഞു. അപ്പോൾ സിഗരറ്റിൽ കാര്യമില്ല. അത് പിന്നെ ഒരു അഡിക്റ്റായിട്ട് അതിൻ്റെ ചൊവ്വയായിട്ട് നമ്മളതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അത് ടേസ്റ്റായിട്ട് ബന്ധപ്പെട്ട് അതങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ അതിനങ്ങനെ വലിച്ചു പോകും. എല്ലാവരും 1-2 വലിക്കുന്നവരും പിന്നെ ടെൻഷൻ കൂടുമ്പോൾ അതുപോലെ തന്നെ അതും കൂടുതൽ വലിച്ചു പോകും. അതുകൊണ്ട് അതും നിർത്തുക. അപ്പോൾ സിഗരറ്റ് വലി, മദ്യപാനം ഇത് നിർത്തുക. ഇത്ര പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.